ആദ്യം തന്നെ ഈ തിരുനടയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സ്റ്റെഫി. ഞാൻ വരുന്നത് എടത്തുവായിൽ നിന്നാണ്. ഞാൻ ജോലി ചെയ്യുന്നത് ഇസ്രായേലിലാണ്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഞാനിവിടെ നാട്ടിലെത്തിയത്. അപ്പോൾ അന്ന് എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴി സാക്ഷ്യം പറയാനായിട്ടായിരുന്നു ഞാൻ നേർന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് വന്ന് സാക്ഷ്യം പറയുന്നത്. ഞാൻ 2024 ഉടമ്പടി എടുത്തത്. 24 നവംബറിൽ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചത് എനിക്കൊരു ജോലിയായിരുന്നു. ആ ജോലി ഞാൻ നാട്ടിൽ തന്നെ ആയിരുന്നു ഒരു ജോലിയുടെ കാര്യം വെച്ചത്. കാരണം എനിക്കൊരു ജോലി ഇല്ലായിരുന്നു. 2024 ഡിസംബറിൽ എനിക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. കാരണം ആദ്യം ഒരു നേഴ്സ് ആയിരുന്നില്ല, അത് ആദ്യം പറയുവാണ്. അപ്പം ആ ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞു, ഒന്നെങ്കിൽ നേഴ്സുമാർക്ക് മാത്രമേ ഇസ്രായേലിൽ പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് പഠിക്കണം. അപ്പം ഞാൻ ഓർത്തു എങ്കിൽ പോയി അത് പഠിക്കാം. 3 മാസത്തെ കോഴ്സുണ്ട്, അത് പോയി പഠിച്ചു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം 2025 ജനുവരി തന്നെ വിസ കിട്ടി ഇസ്രായേലിൽ കാലുകുത്തി. പക്ഷേ എനിക്ക് വിസ വന്നില്ല. അന്ന് ഞാനിവിടെ വന്നു മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു, പാസ്പോർട്ട് വെച്ചു. ഈ നടയിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കെൻ്റെ വിസ കിട്ടണം. എൻ്റെ വിസ വെക്കും തോറും അവിടെ എൻ്റെ എനിക്ക് കിട്ടുന്ന പേഷ്യൻ്റ് മരിച്ചു പോവുകയായിരുന്നു. ഞാനിവിടെ വന്ന് കരഞ്ഞ് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഒരു ജോലി നീ തരുവാണെങ്കിൽ എനിക്ക് തരണം. കാരണം എൻ്റെ കുടുംബം എനിക്ക് നോക്കണം. ഒത്തിരി ബുദ്ധിമുട്ടാണ്, കടങ്ങളാൽ ഒത്തിരി കടത്തിൻ്റെ വക്കിൽ നിന്നാണ് ഞാനിത് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ജോലി അമ്മ മാതാവ് തരണമെന്ന് പ്രാർത്ഥിച്ചു. പാസ്പോർട്ട് ഇവിടെ വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതും എനിക്കെൻ്റെ വിസ കിട്ടി. എനിക്കെൻ്റെ വിസ കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത അപ്പുറത്തായിരുന്നു. കാരണം എനിക്കറിയില്ല, കാരണം വിസ കിട്ടിയപ്പോൾ തന്നെ നമുക്ക് പൈസ കൊടുക്കണം. ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം, അങ്ങനെ ആ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവും. 15.5 ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത്. 1 രൂപ പോലും എടുക്കാനില്ലാത്ത അവസ്ഥ. എന്ത് ചെയ്യുമെന്ന് അറിയില്ല. വീണ്ടും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ നീയായിട്ട് തന്ന വിസയാണ്, നീ എനിക്ക് ഒരു വഴി കാണിച്ചു തരണം. ഒത്തിരി നാണം കെട്ടു, ഒത്തിരി ആൾക്കാരുടെ മുന്നിൽ ചെന്ന് പൈസ ചോദിച്ചു. പക്ഷെ കുറേ പേര് കളിയാക്കി, എന്തിനാ പോയിട്ട്, നിന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം നീ ഒരു നേഴ്സല്ല, അവിടെ പോകണമെങ്കിൽ ഹീബ്രു പഠിക്കണം, നിന്നെക്കൊണ്ട് അതൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മാതാവ് അവിടെ ഒരു വഴി തെളിയിച്ചു തന്നു. എനിക്ക് പൈസ തന്നു. 15.5 ലക്ഷം എന്നുള്ളത് 18 ലക്ഷം രൂപ അവിടെ പോയതിൻ്റെ ചിലവും. ബോംബെയിൽ ഇൻ്റർവ്യൂ ഉണ്ട്. അവിടെ നിന്നതിൻ്റെ എല്ലാ പൈസയും മാതാവ് ഓരോരോ വഴിയിലൂടെ എനിക്ക് തരികയാണ് ചെയ്തത്. അവിടെ ചെന്നു. ജനുവരി എനിക്ക് വിസ കിട്ടി. ഫെബ്രുവരിയിൽ ഞാൻ ബോംബെയിൽ ചെന്നു. ബോംബെയിൽ നിന്ന് ഇൻ്റർവ്യൂ. അവിടെ ചെന്നപ്പോൾ വീണ്ടും തടസ്സം. ബോംബെയിൽ ഇൻ്റർവ്യൂവിൽ ഹീബ്രു ചോദിക്കുന്നുണ്ട്. ഹീബ്രു എനിക്കറിയില്ല. എത്രയും പഠിച്ചിട്ട് തലയിൽ കയറാത്തൊരവസ്ഥ. ഇൻ്റർവ്യൂ ചെയ്ത് ആദ്യം കയറുന്ന 2 പേരെ അവർ കയറ്റിവിടും. 3ാമത് കയറുന്ന ആൾക്കാരെ അവർ റിജക്റ്റ് ആക്കി അങ്ങനെയാണ് വിടുന്നത്. എന്തോ ഒരു ഭാഗ്യത്തിൽ 3ാമത് ഞാനാണ് കയറിയത്. ഞാൻ ഓർത്തു എനിക്ക് കിട്ടില്ല, ഇത്രയും പൈസ വെറുതെ പോയി. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ ആ മാതാവിൻ്റെ കാശ് രൂപ അവർ മൊത്തം ചെക്ക് ചെയ്തിട്ട് അകത്തോട്ട് കയറ്റുന്നത്. കാശ് രൂപ ഞാൻ പോക്കറ്റിൽ വെച്ചു. ഉപ്പ് അവിടെ മൊത്തവും വിതറി. ആ ഉപ്പത് വിതറി അവിടെ അവരെന്നോട് ചോദിച്ചു ഇതെന്തുവാ. ഞാൻ പറഞ്ഞു കൃപാസനത്തിലെ ഉപ്പാണ്, കുഴപ്പമൊന്നുമില്ല. കയറി കഴിഞ്ഞു. ഇൻ്റർവ്യൂ ചെയ്തു. ഒരുവിധപ്പെട്ട എല്ലാം ഞാൻ പറഞ്ഞു. ഹീബ്രു ചോദിച്ചപ്പോൾ എനിക്കറിയില്ല. ഞാൻ കുനിഞ്ഞിരുന്നു മാതാവിൻ്റെ കാശ് രൂപം മുറുക്കെ പിടിച്ചു. അമ്മേ എനിക്കൊരു വഴി കാണിച്ചു തരണേ, ഇതെൻ്റെ ലാസ്റ്റ് കൈ. എൻ്റെ കൂടെയുള്ള എല്ലാവരും കയറിപ്പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ തിരിച്ച് നാട്ടിൽ ചെന്നാൽ എല്ലാവരും എന്നെ കളിയാക്കും. കാരണം കുറേ പേരെന്നെ കളിയാക്കി. ഇപ്പോൾ ഈ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് വരെ ചോദിച്ചവരുണ്ട്. അപ്പോഴും ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂ ചെയ്ത ആൾ പറഞ്ഞു, നിങ്ങൾ സെലക്റ്റായി, ഹസ്ബൻഡിനെ വിളിച്ചോളാൻ പറഞ്ഞു. ഹസ്ബൻഡിനെ വിളിച്ചു. അകത്തോട്ട് കയറി ടിക്കറ്റ് എല്ലാം റെഡിയാക്കി. ഇനി പോകാനുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അന്ന് എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. കാരണം ഇത്രയധികം അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാതാവ് തന്നു. ഞാനൊരു ജോലിയെ ചോദിച്ചോളൂ, അത് നാട്ടിലാണ് ഞാൻ ചോദിച്ചത്. എൻ്റെ കുടുംബം നോക്കാനായിട്ട് എനിക്കൊരു ജോലി തരാം. പക്ഷേ മാതാവ് അതെനിക്ക് വിശുദ്ധമായ നഗരത്തിൽ തന്നെ, അതായത് ഇസ്രായേലിൽ തന്നെ കാലുകുത്താൻ എനിക്ക് അനുവാദം തന്നു. ഞാനങ്ങനെ മാർച്ച് 1-ാം തീയതി 2024 മാർച്ച് 1-ാം തീയതി ഇസ്രായേലിലെത്തി. അവിടെ ചെന്നപ്പോൾ വീണ്ടും തടസ്സം. എൻ്റെ വിസയിലുണ്ടായിരുന്ന പേഷ്യൻറ്റ് വീണ്ടും മരിച്ചു. ഇവിടെ വെച്ചു അതുപോലെ തന്നെയായിരുന്നു. 15 ദിവസത്തോളം ഞാൻ ഹോസ്റ്റലിൽ നിന്നു. അപ്പം എനിക്ക് സാലറി ഇല്ല.
നാട്ടിലപ്പോൾ കടം തന്നവരൊക്കെ ചോദിച്ചു തുടങ്ങി എന്ന് പൈസ കിട്ടും. കാരണം 1 മാസത്തെ അവധിക്കാണ് ഞാൻ പോയേക്കുന്നത്, പൈസ തരാമെന്നും പറഞ്ഞ്. അവിടെ ചെന്ന് ജോലിയില്ല, ഏജൻസികളെ എല്ലാം കയറി ഇറങ്ങി, ഒരു പരിചയമില്ല, ഭാഷയുടെ പ്രശ്നം, എന്താവുമെന്നൊന്നും അറിയില്ല. ആ സമയത്ത് എനിക്കൊരു കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ബെത്ലഹേമിൽ പോകാൻ പറ്റി. അന്ന് ഗാസയുമായിട്ട് യുദ്ധം ഉണ്ടായിരുന്ന സമയമാണ്. പോകാൻ അങ്ങനെ ആർക്കും അനുവാദം ഇല്ലായിരുന്നു. പക്ഷേ എനിക്കന്ന് വിസ അടിച്ചു. അപ്പം ഞാൻ ആദ്യം ആഗ്രഹിച്ചു എന്നാൽ ഒരു സ്ഥലത്ത്, യേശു ജനിച്ചൊരു സ്ഥലത്തോ അല്ലെങ്കിൽ യേശു മരിച്ച കബറടത്തിൻ്റെ അടുത്തോ പോകണമെന്ന്. പക്ഷേ എനിക്ക് ബെത്ലഹേമിൽ പോകാൻ പറ്റി. അവിടെ ചെന്നപ്പോൾ ഞാൻ ഓർത്തു, യേശുവും മാതാവും നടന്ന മണൽത്തരിയിലൂടെ നടക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ മാതാവേ. ഞാൻ എൻ്റെ ജോലിക്കാര്യം പറഞ്ഞു, എനിക്ക് നല്ലൊരു പേഷ്യൻറ്റിനെ കിട്ടണേ, നല്ലൊരു ഫാമിലി ആയിരിക്കണേ, എനിക്ക് ഹീബ്രു അറിയില്ല നല്ലപോലെ സംസാരിക്കാൻ, ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു ഫാമിലി കിട്ടണേ. പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ഫാമിലി തന്നു. അവിടെ ദൈവം എന്നെ വീണ്ടും അനുഗ്രഹിച്ചു. അമ്മ മാതാവും തിരുക്കുമാരനും കൂടെ എനിക്ക് നല്ലൊരു ഫാമിലി തന്നു. അവിടെ ഞാനിപ്പോൾ 1 വർഷത്തോളം ജോലി ചെയ്യുന്നു, കുഴപ്പമില്ല. ഞാനൊരു അമ്മച്ചിയാണ് നോക്കുന്നത്. അവർ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്, അവിടെ ഹീബ്രു വേണ്ട. പക്ഷേ ആ അമ്മച്ചി എന്നെ ഹീബ്രു പഠിപ്പിച്ചു. ഞാനിപ്പോൾ ഹീബ്രുവിലും സംസാരിക്കാൻ ഒത്തിരി ആയിട്ട് അറിയില്ലെങ്കിലും ചെറിയ രീതിയിൽ സംസാരിക്കാനും പഠിച്ചു. ഞാനപ്പോൾ 45 ദിവസത്തെ അവധിക്ക് വന്നതാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. അതുകൂടാതെ ഇതെൻ്റെ മോനാണ്, ഏബൽ എന്നാണ് പേര്. ഇവന് ഞാൻ നാട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് അവൻ്റെ ആ മൂത്രം ഒഴിക്കുന്ന ആ ഭാഗത്ത് മൂത്രം പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, നമ്മൾക്ക് അതിൻ്റെ അറ്റത്ത് സർജറി ചെയ്യണം, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ കുഞ്ഞിന് പാടാന്ന് പറഞ്ഞു. അപ്പം ഇപ്പം ഇവൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ളൊരു കാര്യമായിരുന്നത്. ഉടമ്പടി തൈലവും അവിടെ ഉപ്പും വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പിന്നെ കുഞ്ഞിന് തേൻ കൊടുത്തു, അത് വെച്ച് പ്രാർത്ഥിച്ചു. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു ദിവസം രാത്രി കൊച്ച് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അമ്മ എന്നെ ആരോ വന്ന് തൊടുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ ചോദിച്ചു, സ്വപ്നം കണ്ടതായിരിക്കും, കുഴപ്പമില്ല. പിറ്റേ ദിവസം രാവിലെ അവന് മൂത്രം നല്ലതുപോലെ പോകാൻ തുടങ്ങി, ഒരു കുഴപ്പമില്ല. അവിടെ വീർത്ത് നിന്നിരുന്ന ഭാഗം ചൊങ്ങിയിരിക്കുന്നു. ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, സർജറി വേണ്ട, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതും എൻ്റെ മാതാവ് എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ഇതെൻ്റെ ഭർത്താവാണ്, ബിബിൻ എന്നാണ് പേര്. ബിബിൻ പുള്ളിയുടെ ജീവിതത്തിൽ കുറേ അനുഗ്രഹങ്ങൾ മാതാവ് തന്നു. അത് പുള്ളി തന്നെ പറയുന്നതായിരിക്കും. തൃക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ബിബിൻ. ഞാൻ ഇവിടെ 2025 ഉടമ്പടി എടുക്കാൻ വേണ്ടി കൃപാസനത്തിൽ എത്തിച്ചേരുന്നത്. കൃപാസനത്തിൽ എത്തിച്ചേരുന്ന സമയം ഞാനൊരു പൂർണ്ണ മദ്യപാനിയാണ്. 10-12 വർഷമായിട്ടുള്ള മദ്യപാനം, നിരന്തരമായ വീട്ടിൽ കുഞ്ഞുമായും ആയിട്ടുള്ള വഴക്ക്, മദ്യപാനത്തിലൂടെ ജീവിതം മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ ഞാനിവിടെ ഉടമ്പടി എടുത്തു. ഒരു മാസത്തിന് ശേഷം എൻ്റെ മദ്യപാനം പരിശുദ്ധ അമ്മ എടുത്തു മാറ്റുകയായിരുന്നു. പൂർണ്ണമായിട്ടും എടുത്തു മാറ്റി. അതുപോലെ തന്നെയാണ് എൻ്റെ കാലിലെ ഞരമ്പ് ബ്ലോക്കായി. അത് ബ്ലോക്കായി നല്ല വേദനയാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വേദന. അത് നമുക്ക് രാത്രി കിടക്കാൻ നേരത്ത് കാല് ഹീറ്റാവും. പിന്നെ ടേബിൾ ഫാനോ എന്തെങ്കിലും വെച്ച് കാല് തണുപ്പിച്ചതിന് മാത്രം നമുക്ക് കടന്നുറങ്ങാൻ പറ്റത്തുള്ളൂ. ഭയങ്കരമായ വേദനയാണ്. ഞാൻ ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി മടുത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഇവിടെ നിന്നും അർത്തിങ്കലിലേക്ക് ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തു. എനിക്ക് അന്നും ഈ കാലുവേദന വെച്ചാണ് ഞാൻ നടക്കാൻ തയ്യാറായത്. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം തന്നെയെന്ന് പറയണം. ഞാൻ ആ ജപമാല റാലി ഒരു സ്ഥലത്തു പോലും ഇരിക്കാതെ ഇവിടെ നിന്ന് തുടങ്ങി അർത്തിങ്കൽ എത്തുന്നിടം വരെ ഞാൻ പൂർണ്ണമായിട്ട് നടക്കുകയാണ് ഉണ്ടായത്. എൻ്റെ കാലിൻ്റെ വേദന എവിടെ പോയെന്ന് പോലും എനിക്കറിയത്തില്ല. ഇപ്പം ഒരു വേദനയുമില്ല. അതുപോലെ തന്നെയാണ് ഞാൻ ഉടമ്പടി തൈലം കാലിൽ നിരന്തരം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി തന്നെ മാതാവ് എൻ്റെ കാലുവേദന എടുത്തു മാറ്റി. പിന്നെ തുടർന്നുള്ള അനുഗ്രഹങ്ങൾ, മാതാവ് അനവധി അനുഗ്രഹങ്ങളാണ് എൻ്റെ ജീവിതത്തിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട്, അതായത് ചോദിക്കുന്നതിനും അപ്പുറത്തേക്ക് മാതാവ് അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പോഴും ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. അതുപോലെ എനിക്ക് ഈ രാവിലെ 5:30 ഈ ഉടമ്പടി പ്രാർത്ഥന ചെല്ലിയില്ലെങ്കിലും വൈകുന്നേരം സന്ധ്യപ്രാർത്ഥനയിൽ അത് ചെല്ലിയില്ലെങ്കിലും എനിക്ക് കടന്നുറങ്ങാൻ പറ്റത്തില്ല. എനിക്ക് ഇത് പ്രാർത്ഥിച്ചാൽ മാത്രമേ എനിക്ക് കടന്നുറങ്ങാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധ അമ്മ ഇവിടെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് നൽകിയിട്ടുണ്ട്. ഇനിയും തുടർന്നും ഈ അനുഗ്രഹം മാതാവ് നൽകും. തുടർന്നു ആ ഒരു ജീവിതത്തിലൂടെ തന്നെ ജീവിക്കുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. തൃക്കുമാരനും മാതാവിനും 1000 നന്ദി. അതുപോലെ തന്നെ ഇപ്പോൾ ഭർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലുണ്ടായിരുന്നു. ഭയങ്കര മദ്യപാനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. കാരണം എന്നെ കുറേ പേര് എൻ്റെ വീട്ടിൽ നിന്നാണേലും കുത്തുവാക്കുകളും ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പലതവണയാണേലും ഇറങ്ങിപ്പോകാവുന്നൊരവസ്ഥയായിരുന്നു. വേണ്ടെന്ന് വെക്കാം ഈ ജീവിതം, അങ്ങനെ വരെ ഒരു സ്ഥിതിയിലോട്ട് വന്നുകൊണ്ടിരുന്നു. ഞാൻ പോയി കഴിഞ്ഞിട്ടും പുള്ളി മദ്യപാനം തുടർന്നുകൊണ്ടിരുന്നു. പക്ഷേ എന്തോ മാതാവിൻ്റെ ഒരു ഇടപെടലിലൂടെ പുള്ളി തന്നെ വിചാരിച്ചു, വിശ്വാസമില്ലായിരുന്നു, പള്ളിയിൽ പോയില്ലായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കും തോറും ഞങ്ങളെ കളിയാക്കുമായിരുന്നു, അവിടെയും മാതാവിൻ്റെ പള്ളിയില്ലേ, അവിടെ പോയാൽ പോരെ. പക്ഷെ പുള്ളി തന്നെ വിചാരിച്ചു, അഖണ്ഡ ജപമാലയിൽ തന്നെ പോയി ഇവിടെ വന്ന് ഉടമ്പടിയും ഒക്കെ എടുത്തതിന് ശേഷം എന്തോ ഇപ്പം എന്നെക്കാളും കൂടുതൽ എൻ്റെ ഭർത്താവാണ് വീട്ടിൽ പ്രാർത്ഥന ചൊല്ലുകയും എടുക്കുകയും ചെയ്യുന്നത്. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ വിശ്വാസം, ഭയങ്കര ഒരു വിശ്വാസത്തിൽ കൂടെ ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാനായിട്ട് പറ്റി. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പാവപ്പെട്ടവരെ സഹായിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് അവിടെ കുർബാനയ്ക്കൊന്നും പോകാൻ പറ്റില്ല, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എൻ്റെ മാതാവ് എനിക്കത് ചെയ്തു തരും. ഞാനിനി ചെന്നാൽ എനിക്കവിടെ പള്ളിയുണ്ട്, ചോദിച്ചു കഴിഞ്ഞാൽ അനുവാദം കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതും എനിക്ക് മാതാവ് തരുമെന്നുള്ള ഉറപ്പിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. യുദ്ധം നടക്കുന്ന ഈ സാഹചര്യത്തിലും എന്നെ ഈ നാട്ടിൽ സഞ്ചാരി മാതാവിനെ എത്തിക്കാമെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ മാതാവ് ഉണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഓരോരുത്തരും. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ ജീവിതം പോലെ തന്നെ നല്ലൊരു അത്ഭുതം മാതാവ് ജീവിതത്തിൽ പ്രവർത്തിപ്പിക്കും എന്ന് ഉറപ്പായിട്ടും ഞാൻ പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് പത്രം കൊണ്ടുപോകുന്നത് ഞാൻ കൊടുക്കും. പിന്നെ ഹസ്ബൻഡ് ആണെങ്കിലും പത്രം മേടിച്ചിട്ട് ഹോസ്പിറ്റലിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ ഉള്ളവർക്ക് കൊടുക്കുകയും ചെയ്യും. പിന്നെ അവിടെ ചെന്നിട്ടാണെങ്കിലും എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉപ്പും ഉടമ്പടി വസ്തുക്കളെല്ലാം ഓരോ പ്രശ്നങ്ങൾ വരുമ്പം ഓരോരുത്തരെന്നോട് ചോദിക്കും, നീ ഒന്ന് പ്രാർത്ഥിക്കും, നിൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ട പോലെ ഞങ്ങളുടെ കാര്യം കൂടെ ഒന്ന് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഓരോ ദേഹത്തൊക്കെ എന്തെങ്കിലും പ്രശ്നം മുറിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് പറയും, നീ ഒന്ന് വന്ന് ഒന്ന് പ്രാർത്ഥിക്ക്. ഈ ഉടമ്പടി തൈലം അവിടെ പുരട്ടി പ്രാർത്ഥിച്ച് ചിലപ്പോൾ ഒരാഴ്ച എടുക്കും. അത് കഴിയുമ്പോഴേക്കും അവിടെ അതെന്തായാലും ഒരു മാറ്റം ഉണ്ടാവും. അതുപോലെ പാവപ്പെട്ട അപ്പച്ചന്മാരെ അമ്മച്ചിമാരെയൊക്കെ എനിക്ക് അവിടെ നോക്കാൻ കിട്ടി. ഇവിടെ തന്നെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്യണമെന്ന്. പക്ഷെ അവിടെ ചെന്നിട്ട് മാതാവ് എനിക്ക് ആ അനുഗ്രഹം തന്നു. നല്ല രീതിയിൽ എനിക്കവിടെ സന്തോഷത്തോടെ വർക്ക് ചെയ്യാനും മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഈശോയ്ക്കും അമ്മയ്ക്കും ഇത്ര അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലും തന്നതിനും ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളും അമ്മ മാതാവ് നടത്തി തരുമെന്ന ഉറപ്പോടുകൂടി ഈശോയ്ക്കും അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. 23-ാം സങ്കീർത്തനം 4-ാം തിരുവചനം. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. സ്റ്റെഫിൻ ബിബി എന്ന മകനോടൊപ്പം ഏതനോടൊപ്പം വന്ന് ഇവിടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുമ്പോൾ സ്റ്റെഫി ഏറ്റുപറയുന്നത് അതാണ്, ഞാൻ എല്ലാം അവസാനിപ്പിക്കാം എന്നുള്ള ഒരു തകർച്ചയിലാണ്. തൻ്റെ പാസ്പോർട്ട് ഇവിടെ വെച്ച് എനിക്കൊരു ജോലി തരണമേ എന്ന് പരിശുദ്ധ അമ്മയോട്, നാട്ടിലൊരു ജോലി തരണമേ എന്ന് പോലും പ്രാർത്ഥിച്ച് വളരെ സങ്കടത്തോടു കൂടെ ഇവിടെ നിന്ന് പോയി. ഇവിടെ നിന്ന് ആ പ്രാർത്ഥിച്ച ഉടനെ തന്നെയാണ് ഇൻ്റർവ്യൂ കോൾ വന്നതെന്ന് സ്റ്റെഫിയുടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പരിശുദ്ധ അമ്മയെ തൊടുമ്പോൾ അമ്മ ഈശോയെ തൊട്ട് പറയുന്നു, അവർക്ക് വീഞ്ഞില്ല, അവർക്ക് ജോലിയില്ല, അവർക്ക് സങ്കടങ്ങളാണെന്ന് അമ്മ ഈശോയെ ഓർമ്മിപ്പിക്കുന്ന അത്ഭുത പ്രതിഭാസങ്ങൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മകൾക്കുണ്ടായ വലിയ വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്, എവിടെയൊക്കെയാണോ വിസ സാങ്ഷൻ ആകുമ്പോഴേക്കും താൻ നോക്കാൻ ഏൽപ്പിക്കുന്ന ആ പേഷ്യൻ്റ് മരിച്ചു പോകുന്നു.
അപ്പോൾ അവിടേക്കുള്ള വിസ ക്യാൻസലാകുന്നു. അങ്ങനെ വലിയ പല പ്രാവശ്യമുള്ള പ്രതിസന്ധികളിലൂടെയാണ് വിശ്വാസം കൈവിടാതെ ഈ മകൾ വിശ്വസ്തയോടുകൂടി പ്രാർത്ഥിച്ചത് എന്ന് ഈ മകൾ ഏറ്റുപറയുന്നു. കാരണം ഇന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ വിശുദ്ധ കുർബാന മധ്യേ പറയുകയുണ്ടായി, വിശ്വാസം എല്ലാവർക്കും ഉള്ളതാണ്, പക്ഷേ നമ്മൾ മാറ്റുരച്ച് നോക്കുമ്പോൾ നാം എന്തുമാത്രം ഈശോയെ തൊടുന്ന വിശ്വസ്തത നമുക്കുണ്ട് എന്നാണ് പരിശുദ്ധ അമ്മ നമ്മെ ചെക്ക് ചെയ്യുന്നത്. അതിൽ സ്റ്റെഫി വിജയിച്ചു എന്ന് പറയാം. ഞാൻ ഇവിടെ നിന്ന് എൻ്റെ കുടുംബത്തെ പോലും ഞാൻ ഉപേക്ഷിച്ച് പോകാം, കാരണം ഹസ്ബൻഡിൻ്റെ മദ്യപാനം എന്ന ദുശീലത്തിൽ നിന്ന് ഇനിയൊരു മോചനമില്ലല്ലോ, 12 വർഷക്കാലം സഹിക്കുകയാണ്. ഇങ്ങനെയുള്ള വലിയ സങ്കടത്തിലാണ് ഈ മകൾ ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. മകൾക്ക് ജോലി കിട്ടിയപ്പോൾ, വിസ കിട്ടിയപ്പോൾ തന്നെ പാസ്പോർട്ടിൻ്റെ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ഹീബ്രു ഭാഷയിലാണ് സംസാരിക്കേണ്ടത്. മകൾ പറയുന്നു, 1 മണിക്കൂർ ഹീബ്രു ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള യാതൊരു അറിവോ എനിക്കില്ല. പക്ഷേ അമ്മ തന്നെയാണ് അത് ഏറ്റെടുത്ത് ആ ഇൻ്റർവ്യൂ പാസ്സാക്കി യു ആർ സെലക്റ്റഡ് എന്ന വലിയ സന്തോഷ വാർത്ത ഈ മകൾക്ക് ലഭിച്ചത്. അതിനുശേഷം അമ്മ നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹങ്ങൾ, നാം എത്രമാത്രം വിശ്വസ്തരാണോ അത്രമാത്രം വലിയ കാര്യങ്ങൾ നമ്മെ ഏൽപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഉള്ളൊരു ഫാമിലി, അതുപോലെ തന്നെ വളരെ കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിനെ എല്ലാമാണ് ഈ മകൾക്ക് ഇന്ന് അമ്മ നൽകിയിരിക്കുന്നത്. മകൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ മകൻ്റെ പെന്നീസിലുണ്ടായിരുന്ന ആ പ്രൈവറ്റ് പാർട്ടിലുണ്ടായിരുന്ന മൂത്രം പോകാനുണ്ടായിരുന്ന തടസ്സം ഓപ്പറേഷൻ കൂടാതെ തന്നെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ച് അവർക്ക് പൂർണ്ണ സൗഖ്യം ഒരാഴ്ചയ്ക്കുള്ളിൽ അവർക്കുണ്ടായി എന്ന് ഏറ്റു പറയുന്നു. അതുപോലെ ഹസ്ബൻഡിൻ്റെ മദ്യപാനം, 12 വർഷക്കാലം ഉണ്ടായിരുന്ന മദ്യപാനം പരിശുദ്ധ അമ്മ എടുത്തു മാറ്റിയതിനെ അദ്ദേഹം വളരെ നന്ദി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും അറിയിക്കുകയാണ്. എത്ര തന്നെ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും ജീവിതഭാരം ലഘൂകരിക്കുന്ന പരിശുദ്ധ അമ്മ നമുക്ക് നൽകിയിട്ടുള്ള ഈ ഉടമ്പടി പ്രാർത്ഥന നാം ഏറ്റെടുക്കുമ്പോൾ നമുക്ക് സമയച്ചുരുക്കത്തിൽ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും സാമീപ്യവും നൽകിക്കൊണ്ട് ഈശോ നമ്മെ അനുഗ്രഹിക്കും. പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും, വചനത്തിൽ അടിയുറച്ച് ജീവിക്കാൻ സാധിക്കുമെന്നാണ് ഈ ഉടമ്പടി പ്രാർത്ഥന നമുക്ക് ഉറപ്പ് നൽകുന്നത്. സ്റ്റെഫിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം സമാനമായ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ പരിശുദ്ധമ്മയ്ക്ക് നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.